നമസ്കാരം. കേരളത്തിൽ സ്വർണ്ണ വിലയിൽ ഞെട്ടിക്കുന്ന വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അടുത്ത് വല്ലതും കുറയുമോ? അതിനുശേഷം സ്വർണം വാങ്ങാം, വിവാഹ ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങാനിരുന്നവർ അവരെയെല്ലാം വിഷമിപ്പിച്ചുകൊണ്ടാണ് സ്വർണം ഇപ്പോൾ നമ്മുടെ കൈവിട്ടൊക്കെ പൊക്കോണ്ടിരിക്കുന്നത്. ഇന്ന് മാത്രം 2000 രൂപയിലധികമാണ് സ്വർണ്ണവില വർദ്ധിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് ഇന്ന്, അതായത് ഏപ്രിൽ മാസം 10-ാം തീയതി, ഒരു പവൻ സ്വർണം വാങ്ങാൻ 68,480 രൂപയാണ് കൊടുക്കേണ്ടത്. 2,160 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. അതേസമയം 22 കാരറ്റ് ഗ്രാമിന് 270 രൂപ വർദ്ധിച്ച് 8,560 രൂപയായിട്ടുണ്ട്. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 7,050 രൂപയായി. വെള്ളിയുടെ ഗ്രാം വില 105 രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. ആഗോള വിപണിയിൽ സ്വർണം ഔൺസിന് $3,122 പുതിയ നിരക്ക്. $120 മുകളിലാണ് വർദ്ധിച്ചിരിക്കുന്നത്. അന്തർദേശീയ വിപണിയിൽ ചുങ്കപ്പോര് ശക്തമാവുകയും നിക്ഷേപകർ ആശങ്കയിലാവുകയും ചെയ്തതാണ് പ്രധാന കാരണം. ഇതോടെ കേരളത്തിൽ സ്വർണ്ണവില സർവകാല റെക്കോർഡ് നിരക്കിലെത്തുകയായിരുന്നു. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവിലയിൽ വൻ വർധനവ് പ്രകടമാണ്. ഇതിന്റെ പ്രതിഫലനമാണ് കേരളത്തിലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലും സ്വർണ്ണവില കൂടാൻ തന്നെയാണ് സാധ്യത. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന വില ഒറ്റയടിക്ക് കൂടുന്നതായിരുന്നു കണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സ്വർണം വാങ്ങുകയോ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുകയോ ചെയ്തവർക്ക് ഇന്ന് വലിയ നേട്ടമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. 3 ദിവസം മുൻപ് വാങ്ങി ഇന്ന് വിൽക്കുന്നവർക്കും ലാഭം കൊയ്യാം. സ്വർണ്ണവിലയ്ക്ക് പുറമെ വെള്ളിയുടെ വിലയും കേരളത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. ചൈന സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കയറ്റുമതി നിയന്ത്രിച്ചതും വിപണിയെ ആശങ്കയിൽ ആക്കിയിട്ടുണ്ട്. കൂടാതെ ചൈനയ്ക്കെതിരെ മാത്രമായി അമേരിക്ക ചുങ്കം കടുപ്പിക്കുകയാണ്. ചൈന ശക്തമായ തിരിച്ചടി നൽകുമെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ലോകത്തെ 2 വൻ രാഷ്ട്രങ്ങൾ കൊമ്പുകോർക്കുന്നതാണ് വിപണിയെ കുഴയ്ക്കുന്നതും. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്വർണ്ണവില ഒരു ദിവസം $100 അധികം വർദ്ധിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് തുടക്കമിട്ട ചുങ്കപ്പോരാണ് സ്വർണത്തിലേക്ക് കൂടുതൽ പേർ ആകർഷിക്കപ്പെടാൻ കാരണമായിട്ടുള്ളത്. ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് ഇടിഞ്ഞിട്ടുണ്ട്. ഡോളറിനെതിരെ 86.23 ആണ് പുതിയ നിരക്ക്. ഡോളർ സൂചിക 102.61 എന്ന നിരക്കിലായിട്ടുണ്ട്. സ്വർണം ആഭരണമായി വാങ്ങുന്നവർക്ക് വലിയ തുക തന്നെയാണ് ചിലവാകാൻ പോകുന്നതെന്ന്. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായി 5% വരിക. ഇത് കല്യാണ ആവശ്യങ്ങൾക്ക് മറ്റുമായി വാങ്ങുന്നവർക്ക് 10% ഏറ്റവും കുറവായി വരുന്നത്. ഇതിനു പുറമെ തന്നെ GSTയും ഉപഭോക്താവ് നൽകേണ്ടതുണ്ട്. ഈ കണക്ക് മാത്രം പരിശോധിച്ചാൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുന്നതിന് 74,000 മുകളിൽ രൂപ ചെലവഴിക്കേണ്ടി വരും. ഇത്രയും വലിയ വർധനവ് ജ്വല്ലറി വ്യാപാരികളെയും ആശങ്കയിലാക്കിയിരിക്കുകയാണ്. അവരെ വലിയ പ്രതിസന്ധിയിലായിരിക്കും തള്ളിവിടാൻ പോകുന്നത്. കാരണം സ്വർണ്ണവില ഇത്തരത്തിൽ കുതിച്ചു പോകുമ്പോൾ ആളുകൾ അത് വാങ്ങാൻ മടിക്കുമെന്ന കാര്യം തർക്കമില്ല. മാത്രമല്ല, സ്വർണം വാങ്ങുന്ന അളവിലും വലിയ രീതിയിൽ കുറവുണ്ടാകും. കല്യാണ ട്രെൻഡുകളെല്ലാം മാറിയിരിക്കുകയാണ്. പവൻ കണക്കെല്ലാം കുറച്ചാണ് ഇപ്പോൾ ആഭരണമായി ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ജ്വല്ലറികളെയും ആശങ്കയിലാക്കുന്ന കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണവില കുറഞ്ഞ് വന്നിരുന്നു. വലിയ പ്രതീക്ഷയും നൽകിയിരുന്നു. ഇനിയും ഇടിയുമെന്ന പ്രതീതി ഉണ്ടാക്കിയിരുന്നു. ഇത് വിശ്വസിച്ച് ജ്വല്ലറി വ്യാപാരികളിൽ പലരും വൻതോതിൽ അഡ്വാൻസ് ബുക്കിങ്ങും എടുത്തിരുന്നു. അവർക്ക് വലിയ നഷ്ടമായിരിക്കും ഇനി നേരിടാൻ പോകുന്നത്. വരും ദിവസങ്ങളിൽ സ്വർണ്ണവില വീണ്ടും വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ വ്യാപാരികളുടെ നഷ്ടവും കൂടും. ആളുകൾ ജ്വല്ലറികളിൽ കയറാതെയാകും.